So welcome to part 2 of hospital sterilization services. So നമ്മൾ ഇന്ന് part 1 continuation ആണ് എടുക്കാൻ പോകുന്നത്. So next concept ആണ് infection prevention and control practices. So ഇതിലെ first concept വരുന്നത് layout and designing ആണ്. So നമ്മൾക്ക് ഈ സ്റ്റാഫ് എൻ്റർ ചെയ്യുന്നത് CSST-യിൽ അത് എപ്പോഴും സോണിംഗിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും. അതായത് നമ്മളിപ്പം കയറിയ പാട് ഒരിക്കലും സോണിങ് സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ CSST ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമ്പോൾ, അതായത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു കോമൺ റൂം ആയിരിക്കും കാണാം. ആ കോമൺ റൂമിലാണ് നമ്മൾ ബേസിക്കലി നമ്മൾ PPE ധരിക്കുന്നത്. അതായത് നമ്മൾ നോർമൽ ഡ്രസ്സിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, ബിക്കോസ് അതൊരു സ്റ്റെറൈൽ ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഈ PPE-യിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ധരിച്ചിട്ടാണ് നമ്മൾ സോണിങ് ഏരിയയിലേക്ക് പോകുന്നത്. അതാണ് ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ആക്സസ് കൺട്രോൾ ആണ്. അതായത് എല്ലാ സ്റ്റാഫിനും CSST-യിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഇല്ല. സോ കുറച്ച് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്, അതായത് CSST ടെക്നീഷ്യൻസ് മാത്രമായിരിക്കും അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അത് കൂടാണ്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ ബാക്കി സ്റ്റാഫ്സ്, ഫോർ എക്സാമ്പിൾ അറ്റൻഡൻസ്, നഴ്സിംഗ്, അതായത് എത്ര നഴ്സിംഗ് സ്റ്റാഫ് ആണോ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ആ നഴ്സിംഗ് സ്റ്റാഫ്, CSST മാനേജർ, അങ്ങനെ ചില സ്റ്റാഫ്സിന് മാത്രമായിരിക്കും ഉള്ളിൽ കയറാനുള്ള അനുവാദം കൊടുക്കുന്നത്. സോ അത് നമ്മൾ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലോഗ് വെച്ചിട്ട് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോഴത്തെ ഒരു മോഡേണൈസ്ഡ് കോൺസെപ്റ്റ് ആണ് ബയോമെട്രിക് ആക്സസ്. അതായത് ഒന്നെങ്കിൽ പഞ്ച് ഇൻ പഞ്ച് ഔട്ട് നമുക്ക് നോക്കാം ആരൊക്കെയാണ് പഞ്ച് ഇൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് പഞ്ച് ഔട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ആക്സസ് സ്ട്രിക്റ്റ് ആക്കാൻ പറ്റുന്ന കുറച്ച് ഡിഫറെന്റ് വേസ്. നെക്സ്റ്റ് വരുന്നത് ഡ്രസ് കോഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഒരു സ്റ്റാഫ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് CSST-ന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ഹാൻഡ് ഹൈജീൻ ചെയ്തിരിക്കണം. ഹാൻഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ 5 മൊമെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ ഉണ്ട്. സോ അത് ചെയ്തിട്ട് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അത് അതേപോലെ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ 5 മൊമെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ ചെയ്തിട്ടാണ് CSST-ന്ന് പുറത്തേക്ക് പോകുന്നത്. ബിക്കോസ് നമ്മൾ വളരെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും ഐറ്റംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. രണ്ടാമത്തെ പോയിന്റ് വരുന്നതാണ് ഒരു ജ്വല്ലറിയോ ഒരു ആക്സസറിയോ നമ്മൾ വേറെ ചെയ്യാൻ പാടില്ല CSST-ന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. ബിക്കോസ് ഒന്നെങ്കിൽ നമ്മൾ ഈ ജ്വല്ലറി ഐറ്റംസ് ഇടുമ്പോൾ അത് ടാർണിഷ് ആവും. സോ അതും കൂടെ ഐറ്റംസിന്റെ സ്റ്റെറിലൈസേഷൻ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് അത് മേജർ ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ നമ്മൾ CSST ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്തൊരു ജ്വല്ലറി ആവട്ടെ, വാച്ച് ആവട്ടെ, റിംഗ് ആവട്ടെ, ബ്രേസ്ലെറ്റ്സ് ആവട്ടെ, അതൊക്കെ ഊരിയിട്ടാണ് നമ്മൾ CSST ഉള്ളിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റ് എന്നാണ് എപ്പോഴും CSST ക്ലീൻ ആയിട്ടുള്ള സ്ക്രബ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ മിനിയാന്നിട്ട് അതേ ഡ്രസ്സ് ആയിരിക്കില്ല ഇന്നിടുന്നത്. മിനിയാന്നിട്ടത് നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം ഇന്നിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൊതുവെ ഈ ഗൗൺസും PPE-യും പറയുന്നത് ഒന്നെങ്കിൽ റീയൂസബിൾ ആവാം, അല്ലെങ്കിൽ വൺ ടൈം യൂസ് ആവാം. സോ ഏതാണോ യൂസ് ചെയ്യേണ്ടത് അതിന്റെ അക്കോർഡിംഗ്ലി നമ്മൾ അത് ധരിച്ചിരിക്കണം. PPE എന്ന് പറയുമ്പം ഗൗണ് മാത്രമല്ല, അത് ഹെഡ് ഗിയർ ആവട്ടെ, ഫുഡ് റാപ്പ് ആവട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ധരിച്ചിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് വൈസ് ആണെങ്കിൽ CSST പോകുന്നത്, ഈ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഷിഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഈ ഷിഫ്റ്റില് നമ്മൾ പ്രോപ്പർ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള PPE ആയിരിക്കണം ധരിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലോണ്ടറി ഫെസിലിറ്റി ഭയങ്കര അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന PPE ആണെങ്കിൽ അത് എല്ലാ ദിവസവും അത് റീയൂസ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലോണ്ടറി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ടൈം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവസാനം സ്റ്റാഫിന് PPE ധരിക്കാൻ ഇല്ലെങ്കിൽ സ്റ്റാഫിനെ ഉള്ളിൽ പോയിട്ട് പണിയെടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് വാട്ട് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് എന്ന് പറയുന്നത് ഗ്ലൗസ്, ഹെഡ് ഗിയേഴ്സ്, PPE, ഫുഡ് റെസ്റ്റ്, ഇതൊക്കെയാണ് PPE-യിൽ വരുന്നത്. സോ ഇത് ചേഞ്ച് ചെയ്യാനും ഇടാനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഒരു CSST-യിൽ. അതാണ് ഈ ഡോണിങ് ആൻഡ് ഡോഫിംഗ് എന്ന് പറയുന്നത്. ഡോണിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ PPE ധരിക്കുന്നതാണ് ഡോണിങ്. ഡോഫിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഊരി കളയുന്നത്, അല്ലെങ്കിൽ ഊരിയിട്ട് നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റിൽ ഇടുന്നതാണ് ഡോഫിംഗ്. സോ ഇതിനൊക്കെ സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ട് CSST. നമ്മൾ അവിടെ വെച്ച് മാത്രമാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ സോണിങ്. സോണിങ്ങിൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്തത് നമ്മുടെ CSST മാനേജർ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് സ്റ്റാഫ് ഈസ് വെയറിംഗ് ദ കറക്റ്റ് PPE. നമ്മളെ ബോഡി നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം.
അതിന് നമ്മൾ എന്തൊക്കെ വേറെ ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് SOP അല്ലെങ്കിൽ മാനുവലിൽ എഴുതിയിട്ടുണ്ടാവും. അത് എപ്പോഴും CSST മാനേജർ നോക്കണം എല്ലാ സ്റ്റാഫും അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, നെക്സ്റ്റ് ഒരു വിസിറ്റർ പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ആ വിസിറ്ററിന് കൂടെയും ഒരു പ്രോപ്പർ ക്ലീൻ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗൗൺ ആയിരിക്കണം ധരിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന് അവരുടേതായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി ഉണ്ടാവും. അതായിരിക്കണം എല്ലാ സ്റ്റാഫ്സും യൂസ് ചെയ്യേണ്ടതും വിശ്വസിച്ച് മുന്നോട്ട് പണിയെടുക്കേണ്ടതും. സോ ആ പോളിസിയിലായിരിക്കും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കണം ക്ലീനിങ് ചെയ്യേണ്ടത്, എങ്ങനെ ആയിരിക്കണം സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. അതായിരിക്കണം എല്ലാ സ്റ്റാഫും യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിലായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. വൈ? നമ്മൾ ഡിഫറെന്റ് ഡയറക്ഷനിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഡേർട്ട് അല്ലെങ്കിൽ പൊടി അത് വേറെ ഏരിയാസിലേക്ക് കൂടെ സ്പ്രെഡ് ചെയ്യും. സോ വൺ ഡയറക്ഷൻ ആയിട്ടായിരിക്കണം നമ്മൾ മോപ്പിനെ കൊണ്ട് ക്ലീൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എക്വിപ്മെന്റ്സ്, റാക്ക്, ഫർണിച്ചർ എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്യണം. ബിക്കോസ് CSST ഈസ് എ സ്റ്റെറൈൽ ഏരിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള വേസ്റ്റ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അവിടെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നത്. സോ ഇവിടെ കുറെ ബയോമെഡിക്കൽ റിലേറ്റഡ് വേസ്റ്റ് വരുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ബയോമെഡിക്കൽ മാനേജ് ചെയ്യുന്ന സമയത്തായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ CSSTയില് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ പ്രഷർ അല്ലെങ്കിൽ HVAC പറയുമ്പോൾ ഹീറ്റ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യണം. അത് കൂടാണ്ട് പെസ്റ്റ്, അതായത് ഇൻസെക്ട്സ് ഒക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണ് ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ അത്യാവശ്യം പെസ്റ്റ് കൺട്രോളും ഇൻസെക്ട് കൺട്രോളും ഒക്കെ ഉണ്ടാവണം. അടുത്തതെന്ന് പറയുമ്പോൾ എന്തൊരു ക്ലീനിങ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മാനുഫാക്ചർ, അതായത് ആ എക്വിപ്മെന്റ് ആരാണോ കൊണ്ടുവെക്കുന്നത് അല്ലെങ്കിൽ ആരെ കൈമെന്നാണോ നമ്മൾ വാങ്ങുന്നത്, അതാണ് ഈ മാനുഫാക്ചർ. അവരെ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അത് ചെയ്യുന്നത്. ബിക്കോസ് ഓരോ എക്വിപ്മെന്റിനും ഓരോ തരം ക്ലീനിങ് ആയിരിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക് ഫ്ലോ. എങ്ങനെയാണ് ഈ CSST വർക്ക് ചെയ്യുന്നത്? ഈ പിക്ചറിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം OT അല്ലെങ്കിൽ ICU അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിന്ന് ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ റിസീവിംഗ് ഏരിയയിലേക്ക് വരും. റിസീവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ അത് സെഗ്രിഗേറ്റ്, ക്ലാസിഫൈ ചെയ്യും. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ ഐറ്റം ആയിട്ട് നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യും. ഈ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ വെച്ച് യൂസ് ചെയ്യും. കുറച്ചും കൂടി കെമിക്കൽ റിലേറ്റഡ് ഐറ്റം ആണെങ്കിൽ നമ്മൾ അത് എൻസൈമാറ്റിക് വാഷിന് പോകും. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് വേർഷൻ ആണ് അൾട്രാസോണിക് വാഷിംഗ്. ഇതിൽ നിന്ന് ബേസിക്കലി നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്യണം. ഒരു ഡേർട്ടും അവിടെ പൊടി പിടിച്ച് നിൽക്കാൻ പാടില്ല. ക്ലീൻ ചെയ്ത പിന്നെയാണ് നമ്മൾ അത് ഡ്രൈ ചെയ്യുന്നത്. അത് നമ്മൾ പൊതുവെ എയർ ഗൺ ആണ് യൂസ് ചെയ്യുക അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു വെള്ളത്തിന്റെ അംശം കൂടെ വെക്കാൻ പാടില്ല. അത് കണ്ടിട്ട് നമ്മൾ പാക്ക് ചെയ്യും. അത് പാക്ക് ചെയ്യുന്ന ഒന്നുകിൽ ഞാൻ നേരത്തെ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു ലിനൻ, ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ക്ലോത്തിലായിരിക്കും അത് പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കും അത് ഈ ഒരു എക്വിപ്മെന്റ് ഉള്ളിലേക്ക് വെക്കാം. അത് എപ്പോഴും ക്ലോത്ത് ആവണം എന്നില്ല. അതൊരു പീൽ പൗച്ച് ആവാം, SMS പേപ്പർ ആവാം. അത് ഓരോ ഹോസ്പിറ്റലിൽ വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. പാക്ക് ചെയ്ത പിന്നെയാണ് നമ്മൾ അത് 1 by 1 സ്റ്റെറിലൈസർ അല്ലെങ്കിൽ എക്വിപ്മെന്റ് ഉള്ളിലേക്ക് വെക്കുന്നത്. ഞാൻ അന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 തരം സ്റ്റെറിലൈസേഷൻ ആണ് ഉള്ളത്. ഒന്ന് സ്റ്റീം അല്ലെങ്കിൽ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ETO ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ. ഈ സ്റ്റെറിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റം എടുത്തിട്ട് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് വെക്കുന്നത്. ആ സ്റ്റോർ റൂം ഒരു ക്ലീൻ ഏരിയ ആയിരിക്കും. സ്റ്റോർ റൂമിൽ നിന്നാണ് നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്തിക്കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദർ റിക്വയർമെന്റ്. ഇതാണ് ബേസിക് വർക്ക് ഫ്ലോ ഓഫ് CSST. ഈ ഒരു സ്ലൈഡിൽ നമുക്ക് എന്തൊക്കെ എക്വിപ്മെന്റ്സ് ഐറ്റംസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാം എന്നാണ് ബ്ലൂ ബോക്സിലുള്ളത്. റെഡ് ബോക്സിലുള്ളതാണ് എന്തൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ബ്ലൂ ബോക്സ് വെച്ച് തുടങ്ങാം. എന്തൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും? 1, ഗൗസ്ഡ് പീസസ്, അതായത് ഈ കോട്ടൺ അല്ലെങ്കിൽ ഈ മുറിഞ്ഞാൽ കിട്ടുന്ന പട്ടി ഉണ്ടാവില്ല അത്. നെക്സ്റ്റ് ആണ് ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ഐറ്റം. നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്ലാന്റ്സ്. അടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ ബിൻസ്, ഗൈഡ് വയേഴ്സ്, ഇൻസ്ട്രുമെന്റ്സ് ഫോർ വേരിയസ് പ്രൊസീജിയേഴ്സ്. അടുത്തത് നീഡിൽസ്, ബയോപ്സി സെറ്റ്, IV, കത്തീറ്റർ, ട്യൂബിംഗ്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എന്തൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല? കത്തീറ്റേഴ്സ്, എൻഡോസ്കോപ്സ്,
അനസ്തീഷ്യസ് റിലേറ്റഡ് ഐറ്റംസ്, ഇതൊക്കെയാണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത. സ്റ്റെറിലൈസ് ചെയ്യാം, ബട്ട് അത് കോൾഡ് സ്റ്റെറിലൈസേഷനിലേക്ക് കൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഗൈഡ് വയേഴ്സ്. ഈ ഗൈഡ് വയേഴ്സ് പൊതുവെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. സോ അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും മോസ്റ്റ്ലി. അടുത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആദ്യം പറയുന്നത് റിസീവിങ്. ഈ റിസീവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് മുന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തൊരു ഐറ്റം നമ്മളെ CSST റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അത് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗ് ബുക്കിൽ എഴുതിയിരിക്കണം. അതായത് ഏത് ദിവസം, ഏത് ടൈമിൽ, എന്താണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്, പ്രോപ്പർ സിഗ്നേച്ചേഴ്സ്. അത് നമ്മൾ റിസീവ് ചെയ്തേ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലീനിങ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂ. ബിക്കോസ് എല്ലാ ഐറ്റമും ഒരേപോലെ അല്ല ക്ലീൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐറ്റംസ് മേ ബി പ്രീ ക്ലീൻഡ് ഓർ പാക്ഡ് ഇൻ OT then sent to CSST. ചില ഡിപ്പാർട്ട്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ OTയിൽ അവർ തന്നെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും CSSTയിലേക്ക് അയക്കുന്നത്. സോ അവിടെ അവർ ക്ലീൻ ചെയ്താൽ CSSTയിൽ എത്തിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. CSSTയിൽ എത്തിയിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അതിനൊരു ഡിഫറെന്റ് കൗണ്ടർ ഉണ്ടാവും. ഓക്കെ, ചില സമയത്ത് ചില ഹോസ്പിറ്റൽസിൽ ഡം വെയിറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ആ ഒരു വെയിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ലിഫ്റ്റ് പോലെയാണ്. ആ ലിഫ്റ്റിൽ മനുഷ്യന്മാർക്ക് കയറാൻ പറ്റില്ല, പക്ഷെ സാധനങ്ങൾ വെച്ചിട്ട് അത് പുള്ളി കോൺസെപ്റ്റില് തിരിച്ച് CSSTയിലേക്ക് ഡയറക്ട്ലി റീച്ച് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി റിസീവിംഗ് ഏരിയയിൽ അൺസ്റ്റെറൽ അല്ലെങ്കിൽ ഡേർട്ടി ഐറ്റംസ് ആണ് റിസീവ് ചെയ്യപ്പെടുക. റിസീവിംഗ് ചെയ്ത പിന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. വെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചില ഐറ്റംസ് അല്ലെങ്കിൽ മോസ്റ്റ്ലി എല്ലാ ഐറ്റംസും നമ്മൾ പിന്നെ എൻസൈമാറ്റിക് ക്ലീനിങ്ങിലേക്ക് പോകും. അതായത് ചില സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ആ സൊല്യൂഷനിലായിരിക്കും നമ്മൾ ഈ ഐറ്റംസ് വെക്കുന്നത്. ബേസിക്കലി ബ്ലഡ് അല്ലെങ്കിൽ ഈ ബോഡി റിലേറ്റഡ് ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് വെള്ളത്തിൽ വെച്ച് പോകണമെന്നില്ല. സോ അപ്പോഴാണ് നമ്മൾ ചില സൊല്യൂഷൻസ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്നത്. അതാണ് ഈ എൻസൈമാറ്റിക് ക്ലീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യും, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചില ലിക്വിഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഡ്രൈ ചെയ്യാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എയർ ഗൺ വെച്ച് ഡ്രൈ ചെയ്യും. ചില സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വെച്ചിട്ട് മെക്കാനിക്കൽ ക്ലീനിങ് ഉണ്ട്. മെക്കാനിക്കൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ചില അൾട്രാസോണിക് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് മെഷീൻസ് ഉണ്ട്. തന്നെത്താനെ ക്ലീൻ ചെയ്യും. ഓക്കെ, തന്നെത്താനെ ഡീകൺടാമിനേറ്റ് ചെയ്ത് ഡിസിൻഫെക്റ്റ് ആവും. ഓക്കെ, ചില ഡിഫറെന്റ് ഏജൻസ് ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യും അതർ ദാൻ ദീസ് ലിക്വിഡ്സ്. അതാണ് ആൽക്കഹോൾ, ക്ലോറിൻ ഡയോക്സൈഡ്, ഐഡോഫോഴ്സ്, ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട്സ്. ഇതൊക്കെയാണ് ചില ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസ്. ഓക്കെ, ആഫ്റ്റർ റിസീവിംഗ് ദെൻ വി ഗോ ഫോർ ക്ലീനിങ്. ക്ലീനിങ് ചെയ്ത് പിന്നെയാണ് നമ്മൾ എയർ ഗൺ വെച്ചിട്ട് ഡ്രൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡ്രൈ ചെയ്ത് നമ്മൾ വൈപ്പ് ചെയ്യണം. നമ്മൾ എന്ത് വെച്ചാ വൈപ്പ് ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ കാണുന്ന എന്തൊരു തുണിയും വെച്ച് നമുക്ക് വൈപ്പ് ചെയ്യാൻ പാടില്ല. CSSTയിൽ നമ്മൾ എപ്പോഴും ക്ലീൻ നോൺ ഫൈബർ, അതായത് തുണിയിൽ നമ്മൾക്ക് ഈ ത്രെഡ് കാണാം. ഓക്കെ, ആ ത്രെഡ് ഇല്ല തുണികൾ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ തുണികളാണ് നമ്മൾ വൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനത്തെ തുണി മാത്രമാണ് ഈ വെള്ളം അബ്സോർബ് ചെയ്യാൻ യൂസ് ആവും. ഓക്കെ, സോ compressed air can be used over instruments and through lumens to remove water droplets. ചില സമയത്ത് എയർ ഗണ്ണിന്റെ പകരം നമ്മൾ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ചില ഐറ്റംസിന്റെ ഉള്ളിലേക്ക് തുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കംപ്രസ്ഡ് എയർ സിസ്റ്റം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അതിന്റെ ഉള്ളിൽ വെക്കും. ഇതൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡ്രൈയിങ്. ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക. അതായത് സ്റ്റെറിലൈസേഷന് വെക്കേണ്ട മുന്നേ നമ്മൾ പാക്ക് ചെയ്യണം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ലെയർ ആയിട്ടാണ് പാക്ക് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ മൈക്രോബ്സ് എൻട്രിയും എക്സിറ്റും പ്രോപ്പർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാം. സോ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ തരം ഐറ്റംസ് ആണ് അതിന്റെ ഉള്ളിലുള്ളത്, എന്താണ് അതിന്റെ സൈസ്, അത് എത്രത്തോളം വേ ചെയ്യുന്നുണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും പാക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഐറ്റംസ് എപ്പോഴും ചെക്ക് ചെയ്യണം എന്തൊക്കെ ഡാമേജ് ഉണ്ടോ, അത് പ്രോപ്പർ ആയിട്ടാണോ വെച്ചിട്ടുള്ളത്, അത് പ്രോപ്പർ ആയിട്ടാണോ സീൽ ചെയ്തിട്ടുള്ളത് എക്വിപ്മെന്റ് ഉള്ളിലേക്ക് വെക്കുന്ന മുന്നേ. ഓക്കെ, സോ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഒന്ന് ലിനൻ ക്ലോത്ത് അല്ലെങ്കിൽ SMS റാപ്സ്. ഇത് മെയിൻലി വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ
അല്ലെങ്കിൽ ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാം. മെഡിക്കൽ ഗ്രേഡ് പേപ്പർ ഓർ പേപ്പർ പ്ലാസ്റ്റിക് പാക്കറ്റ്സ് മേജർലി യൂസ് ചെയ്യുന്നത് ETO, എഥിലീൻ ട്രയോക്സൈഡ്. അത് കൂടാണ്ട് സ്റ്റീം സ്റ്റെറിലൈസേഷനും ഇങ്ങനത്തെ പേപ്പർ യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് പാക്കറ്റ്സ് മേജർലി ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്നില്ല. എഥിലീൻ ട്രയോക്സൈഡും പ്ലാസ്മ സ്റ്റെറിലൈസേഷന് മാത്രമാണ് നമ്മൾ പ്ലാസ്റ്റിക് പാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സും യൂസ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മൾ പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാക്ക് ചെയ്യാണ്ട് നമ്മൾക്ക് ഒരു ക്ലീൻ ഐറ്റം ജസ്റ്റ് പോയിട്ട് എക്വിപ്മെന്റിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. അത് ഒരിക്കലും ക്ലീൻ ആവില്ല. ഇങ്ങനത്തെ പേപ്പർ വെക്കുമ്പോൾ മാത്രമേ പ്രോപ്പർ ആയിട്ട് മൈക്രോബ്സ് നമ്മളെ ഐറ്റമിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ ഡബിൾ റാപ്പിംഗ് ഇസ് നത്തിങ് ബട്ട് is a two-step unwrapping process to maintain asepsis. Indicator markings must show sterilization status. So basically proper sterilization വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ആയിട്ട് റാപ്പ് ചെയ്യുന്നത്. ഇത് സ്റ്റെറിലൈസ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ മാർക്കിംഗ് നമ്മൾ വെക്കും. പൊതുവെ ഒരു ഓട്ടോക്ലേവ് ടേപ്പ് ആണ്. ഈ ടേപ്പ് നമ്മൾ ഒട്ടിച്ചിട്ട് ഇനീഷ്യലി ഒരു കളർ ആയിരിക്കും, സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതിന്റെ കളർ മാറിയാൽ അതിന്റെ അർത്ഥം അത് സ്റ്റെറിലൈസ് ആയി, മാറിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് സ്റ്റെറിലൈസ് ആകിയിട്ടില്ല. ഇതിനാണ് പറയുന്നത് ഇൻഡിക്കേറ്റർ മാർക്കിംഗ്. ഓക്കെ, അടുത്തത് പീൽ ഓപ്പൺ പൗച്ചസ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ ഐറ്റംസ് സീൽഡ് ബൈ ഹീറ്റ് സീലിംഗ് മെഷീൻ. ഈ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ചെറിയ ഐറ്റംസിന് പൊതുവെ ഈ പീൽ ഓപ്പൺ കുഞ്ഞി പൗച്ചസിലായിരിക്കും നമ്മൾ വെക്കുന്നത്. അത് നമ്മൾ ഹീറ്റ് സീലിംഗ് കൊണ്ട് സീൽ ചെയ്തിട്ടായിരിക്കും ഓട്ടോക്ലേവിന്റെ ഉള്ളിൽ വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്നാണ് നമ്മൾ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് ഫോർ സ്റ്റെറൈൽ സെറ്റ്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഐറ്റംസ് ആർ അസംബിൾഡ് ബേസ്ഡ് ഓൺ ദ യൂസേജ്. ഈ സ്റ്റെറൈൽ സെറ്റ് യൂഷ്വലി ഒരു സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയറിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. സോ ബേസിക്കലി അതിൽ ഉണ്ടാവുന്നത് കട്ട് പീസസും ഫോർസെപ്സും ഡ്രേപ്സും നീഡിൽ ഹോൾഡേഴ്സ് സിസേഴ്സ് റിട്രാക്ടേഴ്സ് എക്സെട്ര ആണ്. അപ്പൊ ഇതൊരു സെറ്റ് ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഓട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യപ്പെടാന്നില്ല. ഫോർ എക്സാമ്പിൾ സക്ഷൻ ട്യൂബ്സ്, ഡ്രിൽസ്. ഇത് പ്രോപ്പർലി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഓട്ടോക്ലേവിൽ വെക്കുന്നത്. സോ എല്ലാ സ്റ്റെറൈൽ സെറ്റും സെയിം ആവണമെന്നില്ല. ചില സ്റ്റെറൈൽ സെറ്റിൽ ഗോജ് പീസസ്, ചില ഡ്രസ്സിംഗ് ഐറ്റംസ് ഉണ്ടാവാം. ചില സ്റ്റെറൈൽ സെറ്റ്സിൽ ഡ്രസ്സിംഗ് പീസസിന്റെ പകരം സർജറിക്ക് വേണ്ടുന്ന ഐറ്റംസ് ഉണ്ടാവാം. സോ അത് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ്, പ്രൊസീജിയർ എക്സെട്ര. ഇതാണ് സ്റ്റെറൈൽ സെറ്റ്. സ്റ്റെറൈൽ സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഐറ്റംസിന് ഓട്ടോക്ലേവിൽ നമ്മൾ വെക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഓട്ടോക്ലേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ, എത്തിലിൻ ഡയോക്സൈഡ് സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, അല്ലെങ്കിൽ അയനൈസിങ് സ്റ്റെറിലൈസേഷൻ. ഇതൊക്കെയാണ് ഫ്യൂ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. എല്ലാ മെത്തേഡും ഡിഫറെന്റ് ആണ്. അതായത് ഒരു ഐറ്റം ഓട്ടോക്ലേവിൽ പോകുന്നുണ്ടെങ്കിൽ ആ സെയിം ഐറ്റം വേറൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യാൻ പാടില്ല. സോ എല്ലാ ഓട്ടോക്ലേവിനും അതിൻ്റെതായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. ബട്ട് എല്ലാ ഓട്ടോക്ലേവും ഇസ് വർക്കിംഗ് വിത്ത് ദ സെയിം മോട്ടീവ്, അതായത് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ആദ്യത്തേതാണ് ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ട്, വാട്ട് ഇസ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഏറ്റവും കൂടുതൽ എല്ലാ ഹോസ്പിറ്റലിലും കണ്ടുവരുന്ന ഓട്ടോക്ലേവ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഇതിൽ നമ്മൾ ബേസിക്കലി ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ച് സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ പൊതുവെ 2 സൈക്കിളാണ് ഓടാം. അതായത് 2 ഓട്ടമാണ് ഈ സ്റ്റെറിലൈസേഷൻ വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഹോസ്പിറ്റൽ ബേസ്ഡ് പോളിസി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ സെറ്റ് ചെയ്യുന്നത്. ഒരു ഓട്ടോക്ലേവിന് ബേസിക് ആയിട്ട് 2 അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഒരു ഓട്ടോക്ലേവ് ഉണ്ടാവും. അതായത് ഒരു ഓട്ടോക്ലേവ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ ഒരു ഓട്ടോക്ലേവ് ഉണ്ടാവും. പിന്നെ ഓരോ ഓട്ടോക്ലേവിന് ഓരോ കപ്പാസിറ്റി ആയിരിക്കും. ചിലത് 250 ലിറ്റർ ആയിരിക്കും, ചിലത് 550 ലിറ്റർ ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ബെഡ്സ്. സോ ഈ സൈക്കിൾ ഏത് സമയത്ത് ഓടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നോർമൽ ആയിട്ട് നടക്കുന്ന ഓട്ടോക്ലേവ് ആണ് 121 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റിന്. അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 140 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ്.
ഓക്കെ, ഇത് നോർമൽ സ്റ്റെറിലൈസേഷൻ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രൈയിങ് വേണമെങ്കിൽ എക്സ്ട്രാ 50 to 60 minutes നമ്മൾ കൺക്ലൂഡ് ആക്കിയിട്ട് ഉണ്ടാവും. സോ ബേസിക്കലി ഒരു ഓട്ടോക്ലേവ് 1 hour ആയിരിക്കും ഉണ്ടാവുക. അതിൽ 20 അല്ലെങ്കിൽ 15 minutes ബേസിക് സ്റ്റെറിലൈസേഷനും 30 minutes ഡ്രൈയിങ്ങും കൂടെ കൂടിയിട്ടാണ് 1 hour സൈക്കിൾ വെക്കുന്നത്. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് വരുന്നത് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ. ഇത് ബേസിക്കലി അർജന്റ് ആയിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തിട്ട് കിട്ടേണ്ട ഐറ്റംസ് ആണ് നമ്മൾ ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിൽ ബേസിക്കലി 3 minutes കൊണ്ടാണ് നമ്മൾക്ക് എല്ലാം സ്റ്റെറിലൈസേഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഐറ്റംസ് മസ്റ്റ് ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഈ ഒരു ഫ്ലാഷ് സ്റ്റെറിലൈസർ വെച്ച് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഐറ്റംസ് അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അത് അൺസ്റ്റെറൽ ആയിട്ട് മാറിപ്പോകും. ആൻഡ് ഇതിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ടത് ഇംപ്ലാന്റ്സ് നമ്മൾ ഫ്ലാഷ് സ്റ്റെറിലൈസർ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യില്ല. അടുത്തതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. സോ ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഐറ്റംസ് കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ് ബൈ സ്റ്റീം ഓർ ഗ്യാസ്. അപ്പം ഈ ഐറ്റംസ് ബേസിക്കലി സ്റ്റെറിലൈസ് ചെയ്യുന്നത് സ്റ്റീമോ മോയ്സ്ചറോ കൊണ്ട് അല്ല, ബട്ട് പൗഡർ അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ വാസ്ലിൻ വെച്ചിട്ടാണ് ഈ ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ 30 minutes ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ മൊത്തത്തിൽ നടക്കുന്നത്. ബട്ട് അത് നമുക്ക് 6 മണിക്കൂർ വരെ പോകാം ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഐറ്റംസ്. സോ അത് ഏതോ 180 degree സെൽഷ്യസിലാണ് ആവുന്നത് അല്ലെങ്കിൽ 121 degree സെൽഷ്യസ്. അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ലോ ടെമ്പറേച്ചർ. സോ ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ നേരത്തെ പഠിച്ചത് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് ഡ്രൈ ഹീറ്റും സ്റ്റീം സ്റ്റെറിലൈസേഷനും. ഈ ലോ ടെമ്പറേച്ചറിൽ വരുന്നതാണ് എത്തിലീൻ ട്രയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇത് ബേസിക്കലി ഹീറ്റ് സെൻസിറ്റീവ് ഐറ്റംസിന് യൂസ് ചെയ്യുന്നതാണ്. ഇതിലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ എത്തിലീൻ ഓക്സൈഡ് പറഞ്ഞിട്ടുള്ള ഗ്യാസ് ഹാസ് എക്സലന്റ് പെനിട്രേഷൻ. അതായത് ഈ സ്റ്റെറിലൈസേഷനിൽ വെക്കുമ്പോൾ ഈ എത്തിലീൻ ഓക്സൈഡ് പറഞ്ഞിട്ടുള്ള ഗ്യാസ് വേഗത്തിൽ ഈ ഐറ്റംസിന്റെ ഉള്ളിലേക്ക് കയറും. ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ പാക്ഡ് ആണ്. സോ പാക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പ്രോപ്പർ ആയിട്ട് ഈ മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യും. സോ ഈ ഒരു പ്രോസസ് ബേസിക്കലി നടക്കുന്നത് 37 to 60 degree സെൽഷ്യസിലാണ്. പൊതുവെ 1 to 5 മണിക്കൂർ വരെയാണ് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹവെവർ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ചില സമയത്ത് ഇത് 12 to 16 മണിക്കൂർ വരെ ഓടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ETO യൂണിറ്റ്സിന് ബേസിക്കലി എക്സ്റ്റേണൽ എൻവയറമെന്റ് വെച്ച് കണക്ഷൻ വേണം. അതായത് ചില ഡക്ട് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ETO മെഷീൻ ഓടുന്നത്. വൈ? ബിക്കോസ് ETO മെഷീൻ സ്റ്റീം സ്റ്റെറിലൈസേഷൻ വെച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് 16 മണിക്കൂർ വരെ പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ. ഈ പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ പറയുന്നത് ബേസിക്കലി ഹീറ്റ് ആൻഡ് മോയ്സ്ചർ സെൻസിറ്റീവ് ഡിവൈസസിന് യൂസ് ചെയ്യുന്നതാണ്. ETOയിൽ എത്തിലീൻ ഓക്സൈഡ് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലാസ്മയിൽ നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ബേസിക്കലി നമ്മള് മൈക്രോ ഓർഗാനിസംസ് എല്ലാത്തിനും കില്ല് ചെയ്യണമെന്നില്ല. പക്ഷെ ബാക്ടീരിയ, മയോബാക്ടീരിയ, വൈറസ്, ഫംഗൈ ആൻഡ് പ്രോട്ടോസോവനെയാണ് മെയിൻ ആയിട്ട് കില്ല് ചെയ്യുക. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ ഉള്ളിലാണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ നടക്കുക. പക്ഷേ ഈ സ്റ്റെറിലൈസേഷൻ വെറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ലിക്വിഡ് അബ്സോർബിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യില്ല. സോ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്, ലിക്വിഡ് അല്ലെങ്കിൽ വെറ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്ലാസ്മ സ്റ്റെറിലൈസേഷനിൽ വെക്കാൻ പാടില്ല. അടുത്തതാണ് അയനൈസിങ് റേഡിയേഷൻ. ബൾക്ക് ആയിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ കുറെ ഗ്ലൗസ്, കുറെ മാസ്ക്, ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബേസിക്കലി അയനൈസേഷൻ റേഡിയേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഓർഗാനിസംസിനെ മോളിക്യുലർ ലെവൽ വെച്ചിട്ടാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. മോളിക്യുലർ ലെവൽ വെച്ചിട്ട് അതിന്റെ സെല്ലുലാർ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് എന്നാണ്. ലാസ്റ്റ് ആണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കൽ കമ്പൗണ്ട് യൂസ് ചെയ്യും. അത് ETO ആവട്ടെ, ഹൈഡ്രോജൻ പെറോക്സൈഡ് ആവട്ടെ, ഓക്സോൺ ആവട്ടെ, സിൽവർ ആവട്ടെ, ഏതെങ്കിലും ഒരു കെമിക്കൽ കമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എക്വിപ്മെന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡയാലിസിസ് എക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്,
ബ്രോങ്കോസ്കോപ്സ്, എൻഡോസ്കോപ്സ്, ENT ഇൻസ്ട്രുമെന്റ്സ്. സോ ബേസിക്കലി ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് ഈ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇപ്പം 2 ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ പഠിച്ചു. ഹീറ്റ് റിലേറ്റഡും അല്ലെങ്കിൽ ഡ്രൈ റിലേറ്റഡും പിന്നെ ഹീറ്റ് നോട്ട് സോ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനാണ് പഠിച്ചത്. സോ വി ഹാവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ, ETO സ്റ്റെറിലൈസേഷൻ, അയണൈസേഷൻ റേഡിയേഷൻ ആൻഡ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. എല്ലാ മെത്തേഡിലും അതിൻ്റെതായിട്ടുള്ള സൈക്കിൾ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട്. സ്റ്റെറിലൈസ് ആയ പിന്നെയാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നത്. സ്റ്റോറേജ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിലായിരിക്കും നമ്മൾ കവർ ചെയ്തിട്ട് ട്രോളിയിലേക്കൂടെ വെച്ച് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ മോഡേണൈസ്ഡ് ആയിട്ട് നമുക്ക് എല്ലാം ടെക്നോളജി വെച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പൊതുവെ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. പക്ഷെ നമ്മൾ പൊതുവെ ഫീഫോ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെക്നിക്. ഫീഫോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് നമ്മൾ ഏത് ഐറ്റം ആണ് സ്റ്റെറിലൈസേഷൻ മെഷീനിൽ കൊണ്ട് സ്റ്റോറേജിൽ വെക്കുന്നത്, ആ ഐറ്റം ആയിരിക്കും ആദ്യം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അങ്ങനെ പലതരം മെത്തേഡ്സ് ഉണ്ട്. സോ എല്ലാ ഹോസ്പിറ്റലിലും അതിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഒരു സർജിക്കൽ സെറ്റ് നമ്മൾ സ്റ്റെറൈൽ ചെയ്തിട്ട് ഒരു റാക്കിൽ വെക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കണം ആ ഒരു കവർ പൊട്ടിയിനിയോ, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ആയിനിയോ, അതിന്റെ ചില ഭാഗങ്ങളിൽ വെറ്റാണോ അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടോ, അങ്ങനെ നോക്കണം. വൈ? ബിക്കോസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടുവന്നാൽ അതിന്റെ അർത്ഥം അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറൈൽ ചെയ്തിട്ടില്ല. സോ നമ്മളത് സെക്കൻഡ് റണ്ണിന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ മെഷീനിൽ വെക്കേണ്ടി വരും. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റെറൈൽ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ ട്രോളീസ് അല്ലെങ്കിൽ ഡം വെയിറ്റേഴ്സ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലത്തെ മെത്തേഡ്സ് ത്രൂ ആണ് നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഈ സ്റ്റെറൈൽ ഐറ്റംസ് എത്തിപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബേസിക്കലി അപ്പോൾ തന്നെ യൂസ് ചെയ്യണം. സോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്തിപ്പെടുത്തണം. വൈ? ബിക്കോസ് അതിന്റെ ഷെൽഫ് ലൈഫ്, അതിന്റെ കാലാവധി കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും. അതിന്റെ ഉള്ളിൽ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അൺസ്റ്റെറൈൽ ആയിട്ട് മാറും. നെക്സ്റ്റ് ആണ് റീകോൾ പ്രൊസീജിയർ ഫോർ സ്റ്റെറിലൈസ്ഡ് ഐറ്റംസ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായത് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് അത് റീകോൾ പ്രൊസീജിയർ ത്രൂ ആ ഐറ്റം വീണ്ടും CSSTയിലേക്ക് കൊടുത്തു വിടാം. സോ അതിന് ഒരു പ്രോപ്പർ പ്രൊസീജിയർ എപ്പോഴും CSST മാനേജർ കണ്ടുവരണം. ഓക്കെ, സോ നമ്മൾ വെറുതെ ഒരിക്കലും റീകോൾ ചെയ്യില്ല. ഒന്നെങ്കിൽ അത് സ്റ്റെറിലൈസേഷൻ നേരാവണ്ണം നടന്നിട്ടില്ല, ഓക്കെ, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത പോലെ കാണുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ചില റീസൺസ് വൈ വി റീകോൾ ഐറ്റംസ്. മാക്സിമം നമ്മൾ റീകോൾ ചെയ്യാൻ പാടില്ല, ബിക്കോസ് റീകോൾ ചെയ്യേണ്ട അർത്ഥം അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് 3 വെച്ച് കംപ്ലീറ്റ് ചെയ്യാം.